ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ നാടിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ കൂട്ടുകാർ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാനും അമ്മയും നന്ദമോളും കൂടി ഇന്നിതാ വീടിൻ്റെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാട്ടോ. വൈകുന്നേരം ആയപ്പം നല്ലോണം വെള്ളമൊക്കെ പാടത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ്, അപ്പോൾ അതൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞങ്ങൾ കുറച്ച് പറമ്പിൻ്റെ മുകളിലേക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പാടത്തിൻ്റെ ആ ഒരു ഏരിയ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ ഇതിലൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രം പോവുകയാണെങ്കിലേ അതൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. വെള്ളമൊക്കെ ഒരുപാട് കയറിയിട്ടുണ്ടോ, ഒരുപാട് കുടുംബങ്ങളൊക്കെ അവിടെ താമസമുണ്ട് കേട്ടോ. ഒരുപാട് കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ മാമൻ്റെ വീടും അമ്മേൻ്റെ ചേച്ചീൻ്റെ മോൻ്റെ വീടൊക്കെ അവിടെ അടുത്താണ്. അപ്പോൾ അവിടെയൊക്കെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോയതാട്ടോ. നമ്മൾ നല്ല സുരക്ഷിതരായിട്ട് ഇരിക്കുമ്പോൾ താഴെയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണെന്നൊക്കെ ഒന്ന് അറിയണ്ടേന്ന് വിചാരിച്ചിട്ട് പാടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ ഉണ്ട്. അപ്പം ഈ വെള്ളം കണ്ടപ്പം തന്നെ എന്താ പണ്ടത്തെ ഒരു കാലമാണ് ഓർമ്മ വന്നത് കേട്ടോ. ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന ഒരു കാലത്ത് ഞങ്ങളൊക്കെ താമസിക്കുന്ന അവിടെ അന്നൊക്കെ ഓലവീടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അന്നൊക്കെ ഏതാ പുഴയിൽ നിന്ന് വെള്ളം കയറും. കാരണം ഞങ്ങളെ വീടൊക്കെ പുഴേൻ്റെയും തോടിൻ്റെയും ഒക്കെ ഏകദേശം അടുത്തായിട്ടാണ് അന്നൊക്കെ ഉള്ളത്. ഇപ്പോഴത്തെ വീടല്ല കേട്ടോ, ഞങ്ങൾ ആദ്യം താമസിച്ച വീടാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ പുഴയിൽ നിന്നും തോട്ടിൽ നിന്നൊക്കെ ഇതേപോലെ മഴ പെയ്താൽ ഞങ്ങളെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറും കേട്ടോ. വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് നിൽക്കാൻ തിരയിലും പറ്റാതെ ആവുന്ന ഒരു സമയമാണ് അന്നൊക്കെ ഞങ്ങൾ അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട് കുറച്ച് ഉയരത്തിലാണ്. അന്നൊക്കെ അവിടേക്ക് പോകും കേട്ടോ. ഞാനും അമ്മയും അമ്മമ്മയൊക്കെ അങ്ങോട്ട് പോകും. പിന്നെ മാമനും അമ്മായിക്ക് അമ്മായിൻ്റെ വീട്ടിലേക്കും പോകും. അന്നൊക്കെ അങ്ങനെ ഒരു കാലഘട്ടമൊക്കെയാണ് ഉണ്ടായത്. അതൊക്കെ ഒരുപാട് വർഷം മുന്നേ. കാരണം ഞാനൊക്കെ അന്ന് ചെറിയ കുട്ടിയാണ്, സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു കുഞ്ഞു പ്രായമാണ്. 3 4 എന്നൊക്കെ ആ ഒരു സമയത്തൊക്കെയാണത്. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ നോക്കി ഇവിടെ എത്തി. അത് അമ്മൻ്റെ കൂടെ പണിയെടുത്ത ഒരു ചേച്ചീൻ്റെ വീടാണ് ഇവിടെ അടുത്തുള്ളത്. അപ്പോൾ അവരുടെ ഭർത്താവാണിത്. അപ്പോൾ അവർ പറയാണ് ഇത്രയും വെള്ളമൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത്, ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടായി, ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയതാണെന്നൊക്കെ പറയാം കേട്ടോ. കാരണം ഓർക്ക് മുറ്റത്തൊക്കെ വെള്ളമാണ്. അതുകൊണ്ട് ഇവിടുന്ന് മാറി താമസിക്കാനൊക്കെ എന്താ പറയുക ശ്രമിച്ച് എന്നുള്ള ഒരു രീതിയൊക്കെയാണ്. കാരണം അവർക്ക് ഈ വെള്ളം കണ്ടിട്ട് തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം സിറ്റ് ഔട്ടിലേക്കൊക്കെ കയറും എന്നുള്ള പേടിയാണ്. മുറ്റം വരെ ഉഷാറായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. കാരണം ഇവിടെ ഫുള്ള് പാടങ്ങളാട്ടോ. കാരണം ആ പാടത്തൊരു കുളമുണ്ട്. ആ കുളത്തുനിന്ന് ആദ്യമൊക്കെ ഇവിടെയുള്ള ആൾക്കാർ കുളിക്കലും തിരുമ്പലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം അതൊന്നുമില്ല. കാരണം ഇപ്പം എല്ലാവരുടെ വീട്ടിലും ജപ്പാൻ വെള്ളത്തിൻ്റെ പദ്ധതിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ ആരും അതിൽ കുളിക്കലൊന്നും ഇല്ല കേട്ടോ, തിരുമ്പലും ഇല്ല. അങ്ങനെ ഇപ്പോൾ അമ്മേൻ്റെ കൂടെ പണിയെടുത്ത ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു വരെയുണ്ട്. അവരുടെ ഭർത്താവിനെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ അതാ മഴ തുള്ളിയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ വീട് എത്താനായപ്പം കുടയൊക്കെ പൂട്ടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദമോള് വെള്ളത്തിൽ നല്ല കളിയാണ്. കാരണം അവരൊന്നും ജനിച്ചേരെ ഇങ്ങനെയുള്ളൊരു ഇതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ 2018 ആ വെള്ളപ്പൊക്കമൊക്കെ കണ്ടിരുന്നല്ലാതെ ഇപ്പം ഒത്തിരി ഇങ്ങോട്ട് ആയപ്പോഴേ ഈ വെള്ളമൊക്കെ കണ്ടപ്പോൾ ഓർക്കൊക്കെ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കുക, നിങ്ങൾ ഈ വെള്ളത്തിൽ എങ്ങനെയാണ് അവിടെ നിൽക്കുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു പറയാം, വെള്ളമൊക്കെ ഇറങ്ങിയതാണ് ഇത്രയൊന്നും വെള്ളമെല്ലാം ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയാം കേട്ടോ. ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഒരുപാട് വെള്ളം എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം കേട്ടോ. കണ്ടാൽ തന്നെ നമുക്ക് അത്ഭുതമാകും. അപ്പോൾ ഞാൻ നന്ദമോളിങ്ങനെ നടന്ന് അപ്പുറത്തെ സൈഡിലേക്കുള്ള വെള്ളങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ അവരായിട്ട് വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓവുചാലുകളൊക്കെ നിറഞ്ഞ് ഉഷാറായാണ്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു മഴ കുറഞ്ഞെന്നൊക്കെയാണ് അവർ പറയണത്. അപ്പോൾ മഴ ഉച്ചയ്ക്ക് ശേഷം ലേശം കുറവുണ്ടെങ്കിൽ വൈകുന്നേരം ആയപ്പം തിമിർത്ത് അങ്ങോട്ട് പെയ്തു കേട്ടോ. അപ്പോൾ ലേശം മഴ നിൽക്കുമ്പോൾ ലേശം വെള്ളം ഇങ്ങനെ വലിയാണ്. കാരണം ഇവിടെ തോടൊക്കെ അടുത്തുണ്ട്. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് വലിഞ്ഞോളും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ പാടത്തേക്ക് ഒന്ന് വന്ന് നോക്കിയത്. ഇവിടെയൊക്കെ അഭിമോനൊക്കെ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന പാടമാണ് കേട്ടോ. ആ പാടമൊക്കെ മുങ്ങി ആകെ ഇതായിട്ടോ. കാരണം അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഈ വീടുകളിലുള്ളവർക്കൊക്കെ മാറി താമസിക്കലാട്ടോ പതിവ്. ഞങ്ങളിവിടെ ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടേക്കൊക്കെയാണ് മാറി നിൽക്കൽ. കാരണം ഒരു പള്ളി സ്കൂൾ എന്ന് പറയും. അത് കുറച്ച് കുന്നിൻ്റെ മുകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവിടേക്കാണ് എല്ലാ വീട്ടുകാരെയൊക്കെ മാറ്റി താമസിപ്പിക്കലൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരുടെ മനസ്സിലൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. കാരണം ഒരു മനസ്സമാധാനത്തോടു കൂടി പണിക്ക് പോകാനും കൂടി പറ്റൂല. കാരണം എന്താ വെച്ചാൽ പണിക്ക് പോയി വരുമ്പോഴേക്കും ഇങ്ങനെ മഴ തിമിർത്ത് പെയ്യുമ്പോൾ വീട്ടിൽ വെള്ളം കയറുമോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരൊക്കെ പണിക്കൊക്കെ പോവാതെ വീട്ടിൽ തന്നെ ഉണ്ട്. കാരണം പോയി കഴിഞ്ഞാൽ അവസ്ഥ മനസ്സിലാവില്ലല്ലോ, ആരാ എങ്ങനെയാ എന്താ ഒന്നും അറിയില്ല. അതുകൊണ്ട് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ അധികപക്ഷം വീടുകളിലൊക്കെ തന്നെ ഉണ്ട്. എന്നാലും പാടൊക്കെ നല്ലോണം നിറഞ്ഞിട്ടോ. പക്ഷേ ഇവിടെ ഒരു ചാലിൻ്റെ ഉള്ളിൽ കൂടെ ഭയങ്കര സ്പീഡിലായിട്ട് വെള്ളം വരുന്നുണ്ട് കേട്ടോ.
അപ്പുറത്തെ തൊടിയിൽ നിന്നിട്ടും ഇപ്പുറത്തെ തൊടിയിലേക്കാണ് ആ വെള്ളത്തിൻ്റെ ഒരു ഗതിയൊഴുക്ക്. പിന്നെ കുറച്ച് ആ പാടം കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ അവിടെ ഒരു ഡ്രൈനേജ് ഉണ്ട്. ആ ഡ്രൈനേജിലേക്കാണ് ഇവിടെയുള്ള വെള്ളങ്ങളൊക്കെ അങ്ങോട്ട് പോണത്. പക്ഷേ ഇവിടെയൊക്കെ നല്ലോണം നിറഞ്ഞ് നിൽക്കുക കേട്ടോ. ഇത് നമ്മൾ എന്താ പറയുക, ഈ പാടത്തു കൂടി പോയാൽ മണ്ണുറയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തും കേട്ടോ. അതിനായിട്ടുള്ളൊരു ഷോർട്ട് കട്ട് വഴിയാണ് ഇതൊക്കെ. അപ്പോൾ നന്ദുമോള് വെള്ളത്തിൽ ഭയങ്കര കളി കേട്ടോ. ഓർക്ക് വെള്ളം കണ്ട പിന്നെ മക്കൾക്ക് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. പക്ഷെ നമ്മളെ മനസ്സിൽ ഭയങ്കര പേടിയാണ്. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടിയാണ്. ഞങ്ങൾക്ക് വെള്ളം കയറൂലെന്നേ ഉള്ളൂ, കുറച്ച് കുന്നിൻ്റെ മുകളിലേക്ക് ആയതുകൊണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് വഴി നടക്കണമെങ്കിലൊക്കെ ഈ പാടത്ത് സൈഡിലേക്ക് ഇറങ്ങി വന്നിട്ട് ഞങ്ങൾക്ക് പീടികയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്ന് ബസ് കയറണമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ടേക്കൊക്കെ വരണം. അപ്പോൾ നന്ദുമോൾ അതിലൊന്ന് ഇറങ്ങട്ടെ അമ്മയെന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞാൽ അത് വഴിയാണ് കേട്ടോ, അവിടെയുള്ള വീടുകളിലേക്കുള്ള വഴിയാണ്, അതുകൊണ്ട് ആഴമൊന്നും ഇല്ല. അപ്പോൾ ഓൾക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ഇറങ്ങിയൊക്കെ നോക്കുകയാണ്. അമ്പലക്കുളത്തിലൊക്കെ പോയിട്ട് പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കുളത്തിലൊക്കെയാണ് ആദ്യമൊക്കെ അലക്കാനൊക്കെ ആയിട്ട് പോവുക. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇത് വേറൊരു സ്ഥലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പോന്ന്. ഇത് വേറൊരു സ്ഥലമാണ്. ഇവിടെ ഇതാ നല്ലോണം ഈ പാടത്തും വെള്ളം നിറഞ്ഞു. ഇത് മാമൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. എൻ്റെ മാമൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ് ഈ പാടമൊക്കെ. അപ്പം അവിടുത്തെ കാലാവസ്ഥയൊക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പാടം നിറയെ വെള്ളം, കാരണം നല്ല മീനും ഉണ്ട്. പക്ഷേ ഈ പരിസരത്തൊന്നും അങ്ങനെ ഒരാളെയും കാണാനും ഇല്ല കേട്ടോ. അതാണ് അതിശയം. കാരണം പുഴയിൽ വെള്ളം കൂടിയാൽ നോക്കാനാണ് എല്ലാവരും പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും തിരികെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അവസ്ഥകളൊക്കെ ഒന്ന് അറിയണ്ടേ. നമ്മൾ ഈ മലമുകളിൽ കയറി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. താഴത്തെ ചുറ്റുപാടും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ്. ആൾ ഭയങ്കര വെള്ളത്തിൽ കളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ. മഴ തിമിർത്തിയായിട്ട് പെയ്യുന്നുണ്ട്. ഇപ്പം നല്ലോണം വൈകുന്നേരം ആയപ്പോൾ അത് അടിപൊളിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇനി നാളെ രാവിലത്തേക്ക് എന്താവുമെന്നൊന്നും അറിയില്ല. അത്രയ്ക്കും സ്ട്രോങ് മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പുഴവക്കത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളെ നാട്ടിൽ പുഴവക്കത്തൊക്കെ അമ്മേൻ്റെ മാമൻ്റെ വീടും കാര്യങ്ങളും അമ്മേൻ്റെ ആങ്ങളേൻ്റെ വീടും എല്ലാം ഉണ്ട്. അവർക്കൊക്കെ വെള്ളം കയറും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കയറിയതാണ്. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട്. അപ്പോൾ മഴയൊക്കെ ഒന്ന് ബാക്കോട്ട് നിന്നാൽ മാത്രമേ എല്ലാവർക്കും ഒരു ആശ്വാസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ചുറ്റുവട്ടം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബായ്.